ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വതി ഗീസ് ആണ്. അന്നേരം കുറേ ദിവസം കൊണ്ട് വീഡിയോസിനകത്തൊന്നും ലെങ്ത് വീഡിയോ കാണുന്നില്ല, നിങ്ങൾ ഷോർട്ട് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊമറച്ചർ ദേവിയുടെ പറയിടയിലും മഹോത്സവമൊക്കെ വരുന്ന ദിവസമായതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അന്നേരം അവിടുത്തെ പറയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇട്ടില്ല, വിഷ്ണു ആണ് പറ ഇട്ടത്. അന്നേരം അവിടുത്തെ അമ്പലത്തിൽ 2 ദിവസം അന്നദാനമുണ്ട് ഗീസ്. 2 ദിവസം മുമ്പ് ഈ നല്ല വിപുല സമൃദ്ധമായ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളെ ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. വലിയ ലെങ്ത്തിൽ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണ്. ഭയങ്കര വെയിലും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മൾ പരിചയമുള്ളവരാണ്. എനിക്കൊരു ചമ്പൽ ക്യാമറയൊക്കെ ആയിട്ട് പോയിട്ട് ഇങ്ങനെ സംസാരിച്ചെടുക്കാം. ഇനി അങ്ങോട്ട് എടുത്തെടുത്ത് വരുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാം റെഡിയാവുമെന്ന് എനിക്കറിയാം. അന്നേരം ഷോർട്ട് വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം അവിടുത്തെ കുഞ്ഞൊരു അമ്പലമാണ്. അന്നേരം അവിടുത്തെ ഒരു ചെറിയ ഉത്സവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ താമസിക്കുന്നിടത്തോട്ട് വന്നതാണ്. കാരണം അവിടെ ആയിരുന്നു കുറച്ച് ദിവസം. ഈ വിഷ്ണു എന്ന് പറയുന്ന ആൾ, എൻ്റെ ഹസ്ബൻഡ്, സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി തിന്നത്തില്ല. പൈസ ഉണ്ടെങ്കിൽ കടയിൽ പോയി മേടിച്ച് തിന്നും. അങ്ങനെ നമുക്ക് ദിവസവും അങ്ങനെ കടയിൽ പോയി മേടിച്ച് തിന്നാൻ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? അന്നേരം നമ്മൾ അതിനനുസരിച്ച് സേവ് ചെയ്ത് വേണം ജീവിക്കാൻ. എന്നിട്ട് അവൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ സ്വന്തമായിട്ട് എന്തെങ്കിലും, ഞാൻ അഥവാ വരുന്നവരെ രാത്രിത്തെ ഫുഡ് മാത്രം ഇവിടുന്ന് കഴിച്ചാൽ മതി. ജോലി ചെയ്യുന്നിടത്ത് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും അവിടെ തന്നെ കിട്ടും. അന്നേരം രാത്രി ഒരു ചപ്പാത്തി എന്തെങ്കിലും മതി. ചോറൊന്നും കഴിക്കുന്നതിനോട് താല്പര്യമില്ല. അന്നേരം ചപ്പാത്തി എന്തെങ്കിലും മതി. അന്നേരം ചപ്പാത്തിയും ഗോതമ്പൊടിയും അരിയും എല്ലാം ഇരിപ്പുണ്ട്. ഒന്നുണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ദോശ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു കൊടുത്ത് ദോശ ഇളകി വന്നില്ല. അതിന് മുമ്പ് ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഈ ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചിട്ട് ദോശ ഇട്ടപ്പോൾ ഇളകിയില്ലെന്നും പറഞ്ഞ് അത് അവിടെ ഇട്ടിട്ട് കടയിൽ പോയി ഫുഡ് മേടിച്ച് കഴിച്ചു. അങ്ങനെ പോയത് ഞാൻ പിന്നെ കുറച്ചധികം ദിവസം വീട്ടിൽ നിന്നില്ല. ഞാനും ഇങ്ങോട്ടിഞ്ഞ് പോരുന്നു. വിശന്ന് ഇട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് എങ്ങനെ കഴിക്കും ഗീസ്. അതുകൊണ്ട് ഞാനിഞ്ഞ് പോരുന്നു. അന്നേരം വന്നപ്പം ഇവിടുത്തെ വീട് കിടക്കുന്നതിൻ്റെ കലാവിരുതുകളാണ് ഗീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് പോയി. കാരണം വീട്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ അലങ്കോലമാക്കി ഇടണ്ട, വിഷ്ണു ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വൃത്തിയാക്കിയിട്ടിട്ട് പോയി. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വർഷം താമസമില്ലാത്ത വീട് കിടക്കുന്നത് പോലെയാണ് കേസ് കിടക്കുന്നത്. മെനഞ്ഞ ഉള്ളിക്കറി വെച്ചിട്ട് എല്ലാ അടുക്കളയും നല്ല രീതിയിൽ അറിയാനുണ്ട്. എന്നിട്ട് ഇന്നത്തെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അന്നേരം നമ്മളിങ്ങനെ പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന ടൈമിൽ അണയ്ക്കുന്നു. കാരണം ഈ സമയത്ത് എനിക്ക് ഓവറായിട്ട് സംസാരിക്കാൻ നല്ല അണപ്പ് വരുന്നുണ്ട്. ഈ ടൈമിൽ അങ്ങനെയുള്ള ആയിരിക്കും അതിൻ്റെ ആയിരിക്കാം നമ്മളിങ്ങനെ ശ്വാസം മുട്ടുന്നതൊക്കെ. അന്നേരം എനിക്ക് 5 മന്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അന്നേരം ഈ മാസം 16 ആകുമ്പോഴത്തേക്ക് 5 മാസം പൂർത്തിയായി 6 മാസം തുടങ്ങും. അന്നേരം അതിൻ്റെ സ്കാനിങ് 5-ാം മാസത്തെ സ്കാനിങ്ങിനാണ് ഞാൻ കൊല്ലത്ത് പോയത്. അനോമലി സ്കാനിങ് എന്ന് പറയുന്ന സ്കാനിങ്ങാണ്. അപ്പോൾ എനിക്ക് വന്നത് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നി. കുഞ്ഞുങ്ങളുടെ അവയവങ്ങളും കാര്യങ്ങളും വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാം നേരത്തെ നമുക്ക് ആ ഒരു സ്കാനിങ്ങിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കാനിങ്ങിനാണ് ഞങ്ങൾ കൊല്ലത്ത് പോയത്. അന്നേരം അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ് എന്ന് വെച്ചാൽ രാവിലെ പോയിട്ട് എനിക്ക് രാവിലെ ഫസ്റ്റ് നമ്പറായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് നമ്പർ സ്കാനിങ്ങും കഴിഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ വന്ന് റിപ്പോർട്ട് ഡോക്ടറെയും കാണിച്ചിട്ട് നേരത്തെ വീട്ടിൽ വന്ന് ഇതിൽ കടന്നൊക്കെ ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ എന്തോ ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ ഒരുവിധം ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റിൻ്റെ ഭാഗം മാത്രമായിരുന്നു നമുക്ക് ആദ്യം കിട്ടുന്നില്ലായിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചത് അതെന്താ ഡോക്ടറെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നമ്മളൊക്കെ കുഞ്ഞ് ഉള്ളി കിടക്കുന്നതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നമുക്ക് ആ ടൈമിൽ സ്കാനിങ് തെളിയാത്തതെന്ന് പറഞ്ഞു. അതൊന്നും നടക്കാമെന്നുണ്ടെങ്കിൽ റെഡിയാവും എന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ കയറ്റി ഒരു 10-11:45 വരെ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അത് കാണുന്നില്ല. അത് പൊസിഷൻ കമന്ന് കിടക്കുന്നതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഉച്ചയായി, നിങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം നടന്നിട്ട് വരാം. അന്നേരം കുറച്ച് നടക്കണമല്ലോ. അവിടെ നമ്മൾ കൊല്ലം ടൗണിൽ വരെ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഫുള്ള് നടന്ന് വന്ന് അവിടെ ഇരുന്നിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞ് വന്നിട്ടുണ്ട് ഡോക്ടറെ. അന്നേരം ഇനി സ്കാനിങ് ചെയ്യാമല്ലോ. അന്നേരം സ്കാനിങ് ചെയ്യാൻ വീണ്ടും കയറ്റിപ്പം വീണ്ടും പൊസിഷൻ കറക്റ്റ് ആവുന്നില്ല. പിന്നെ അത് കഴിച്ചിട്ട് വീണ്ടും കൊല്ലം സിറ്റി ഉള്ളു നടന്ന് ലാസ്റ്റ് ഞാൻ ദൈവത്തിനെ വിളിച്ച് നേർച്ചയ്ക്ക് 10 രൂപ ഇടാമെന്നും പറഞ്ഞ് ലാസ്റ്റ് എന്തായാലും കാര്യം തെളിഞ്ഞ് ഫുള്ള് റിപ്പോർട്ടും കിട്ടി. രാത്രി 7 മണിയെങ്കിലും ആയി കാണും അവിടുന്ന് ഇറങ്ങിയപ്പോൾ. എന്തായാലും റിപ്പോർട്ട് കിട്ടി. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് ഞാനും അച്ഛനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് കുഴപ്പമൊന്നുമില്ല. 5 മന്തിൽ നമുക്ക് കാണേണ്ട എല്ലാം നോർമലാണ്, കുഴപ്പമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് ഫസ്റ്റ് അബോർഷൻ ആയതായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സമാധാനമുണ്ട്. അന്നേരം അതോടെ എനിക്ക് മനസ്സിലായി, പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ആദ്യം 3 മാസം നമ്മൾ കെയർ ചെയ്യണം. എന്നാലും കുട്ടി ജോലി ചെയ്യുക, എന്നാലും വെയിറ്റും കാര്യങ്ങളും ഒന്നും എടുക്കുകയൊന്നും ചെയ്യരുത്.
എനിക്ക് ഫസ്റ്റ് അബോർഷൻ ആയതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യത്തുമില്ലായിരുന്നു, നടക്കത്തുമില്ലായിരുന്നു. നടന്ന കുഴപ്പമാണ്. ചിലർക്ക് ഈ 5 മന്തിലും നടന്നുകൂടാന്ന് പറയുന്നവരും ഉണ്ട് ഡോക്ടർ. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചായിരിക്കും, പലർക്കും പല രീതിയാണല്ലോ. എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല, നടക്കരുത്, ജോലി ചെയ്യരുത്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ രണ്ടാമത്തേലൊരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കെയർ ചെയ്തതാണ്. അന്നേരം അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി നടക്കണത്. അന്നേരം മനസ്സിലായി നടക്കുന്നതിൻ്റെ ഗുണം ആണ് ആ 7 മണി വരെ എന്നെ അവിടെ പിടിച്ചിരുത്തിയത്. അതുകൊണ്ട് പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം നടത്തുകയാണ്. അന്നേരം ഞാൻ വിചാരിച്ചു ഇവിടെ ഈ കിടക്കുന്ന കോലം കണ്ടിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഈ ജോലി ചെയ്യുമ്പം തന്നെ അത്യാവശ്യം വ്യായാമം നമുക്ക് കിട്ടും. അത്യാവശ്യം വെള്ളത്തിൽ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുക്കാതിരുന്നാൽ മതി. ഓവറായിട്ട് കുനിഞ്ഞ് അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത്. അത്യാവശ്യം നമ്മുടെ വീട്ടു ജോലി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. കാരണം അത് റെസ്റ്റ് ഇല്ലാതെ ചെയ്യണമെന്നേ ഉള്ളൂ. മനസ്സിലായി തീരത്തില്ല, അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം. അന്നേരം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ക്ലീനിങ് ആണ്. അവൻ ചെയ്ത് വെച്ചിരിക്കുന്ന കലാവിരുദ്ധകൾ ഞാനിവിടെ കാണിച്ചു തരാം പ്ലീസ്. നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ നിങ്ങൾ വീട്ടിൽ പോകുന്ന ടൈമിൽ നിങ്ങളുടെ വീട് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ വീട് ഇങ്ങനാണോ ചെയ്തിട്ടേക്കുന്നതെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടില്ല റൂം കിടക്കുന്നത്. ഇത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം, തുണിയൊക്കെ മടക്കി വെച്ചാൽ മതി എന്നെങ്കിലും പറയാം. ഇതിനകത്ത് ഭയങ്കര ചൂടാണ് ഗൈസ്. ഈ ഫാൻ ഈ കറക്റ്റ് കട്ടിലിൻ്റെ അടുത്തല്ല കിടക്കുന്നത്, കണ്ടില്ലേ? അതുകൊണ്ട് ഈ റൂമിൽ ഭയങ്കര ചൂടാണ്. ഈ കൂളർ മേടിച്ച് വെച്ചെങ്കിലും എനിക്ക് ഈ കൂളർ ഇട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര ഈ കാറ്റ് ഓവറായിട്ട് നമ്മുടെ മുഖത്തോട്ട് അടിക്കുന്നത്. മറ്റേ ഫാനാണെങ്കിൽ നമുക്ക് കുനിച്ച് പൊക്കിയൊക്കെ വെക്കാം. ഇത് നമ്മുടെ മുഖത്തോട്ട് നേരെ അടിക്കുന്നത് കൊണ്ട് മൂക്ക് കയറി അടയും. എനിക്കിങ്ങനെ തുമ്മൽ, അലർജി, അങ്ങനെ ഈ ദശയുടെ നമുക്ക് അലർജി ഉണ്ടെങ്കിൽ ദശ കയറി ഇതാവുമല്ലോ നമുക്ക് ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. എന്നാൽ വിഷ്ണുവിനും പ്രശ്നമായി തുടങ്ങി പോകുന്നത്. അതുകൊണ്ട് അപ്പുറത്തെ റൂമിലെ മെത്തയൊക്കെ എടുത്ത് ഇത് കണ്ടില്ലേ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന ഹാളിലാണ് ഇപ്പം കിടന്ന് ഉറങ്ങുന്നതൊക്കെ. അത്രയ്ക്കും ചൂടാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വയലായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കണ്ട് ഇത് കഴുകാനുള്ള തുണിയാണ്. നിങ്ങൾ ഇനി എന്താണ് കാണേണ്ട? അലുമാരിയാണ് ഗൈസ്. ഇത് നോക്കി ഈ മടക്കി വെച്ചിട്ട് പോയ സാധനങ്ങൾ അലുമാരി നോക്കി. എന്തോ ഒരു യുദ്ധം നടന്നതുപോലില്ലേ. ഇതിനകത്ത് എൻ്റെ തുണി എവിടാന്നോ അവൻ്റെ തുണി എവിടാന്നോ എല്ലാം ഞാൻ പ്രത്യേകം വെച്ച് ഇപ്പം ഞാൻ കൂട്ടി കുഴച്ച് താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഇനി മടക്കി എടുക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം ഫുള്ള് വേണം. എന്തായാലും ഞാൻ അരി അങ്ങ് രാവിലെ അടപ്പിയിട്ട് പിന്നെ പച്ചക്കറി മേടിച്ചിട്ട് വന്ന് വൈകിട്ട് എന്തായാലും മീൻ മേടിച്ചിട്ട് തരാമെന്നുണ്ടെങ്കിൽ ഇവിടെ മത്തിക്ക് നമ്മളൊരു 100 രൂപ കൊടുക്കാമെന്നുണ്ടെങ്കിൽ 1.5 കിലോ 2 കിലോ ഒക്കെ ഉണ്ട്. ഫ്രിഡ്ജില്ലാത്ത സമയത്ത് സത്യം പറയാൻ ഞാൻ പെട്ടുപോയി. ഫ്രിഡ്ജില്ലാത്ത സമയത്ത് നമ്മളത് ഫുള്ളിരുന്ന് വെട്ടണം. കാരണം നമുക്ക് ഫ്രിഡ്ജില്ലല്ലോ, ഫ്രിഡ്ജ് വെക്കാൻ ഇതില്ലാത്തത് കൊണ്ട് നമുക്ക് അന്ന് കറി വെച്ച് വെക്കാനേ പറ്റും. മുളക് കറി വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ കറി വെച്ച് വെക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ നടു വേദന എടുക്കരുത് വെട്ടി. എന്തായാലും ഇപ്പം പുതിയൊരു അതിഥി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മീൻ വെട്ടുന്നതിനൊക്കെ ഇച്ചിരി എളുപ്പമായിട്ടുണ്ട് ഗൈസ്. അന്നേരം അലുമാരി ക്ലീൻ ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം. എന്നാലും എനിക്കത് വേഗം ചെയ്തേ പറ്റൂ. ഇന്ന് എന്തെങ്കിലും മാമുണ്ടേ കറി സാമ്പാറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴിക്കണം. അന്നേരം ഇനി നമുക്ക് ഹാളിലേക്ക് പോകും. ഇതാണ് ഗൈസ് ഹാള് ബെഡ്റൂമായി. ഇത് കണ്ടില്ലേ? ഇവിടെ നല്ല പവറാണ്, കാറ്റിന് നല്ല ശക്തിയുണ്ട്. പക്ഷേ ഈ ഫാനെന്ന് പറയുമ്പോൾ ഇച്ചിരി ഉറക്കം തൂങ്ങിയിട്ട് കൂട്ടാണ് എൻ്റെ കൂട്ടം. അന്നേരം ഹാളിൽ കൊണ്ട് മെത്തയിട്ട് മറ്റേ റൂം വെറുതെ കട്ടിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. പക്ഷെ ആ കൂളർ ഇവിടെ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കട്ടിലാണ്, മറ്റേത് ഇവിടുത്തെ വീട്ടിലെ കട്ടിലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന്. വിഷ്ണുവിൻ്റെ അങ്ങ് ഇരുന്നപ്പം അന്ന് അവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് മനം മറിക്കുന്നത് കൊണ്ട് അവൻ പോയി വലിയ ടാങ്കിനകത്ത് വെള്ളമൊക്കെ മേടിച്ചിട്ട് അന്ന് വെച്ചതായിരുന്നു. അന്നേരം എന്താണ് നമ്മുടെ അടുക്കള. അവൻ്റെ ഉള്ളിക്കറി വെച്ചതിൻ്റെ കലാവിരുതാണ്. അന്ന് ഉള്ളിക്കറി വെച്ചതിൻ്റെ മഞ്ഞപ്പൊടിയും മസാലയും എല്ലാം കടുക് സഹിതം ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അരി അടപ്പിലിട്ടാണ് ഗൈസ്. ഇതെല്ലാം അന്ന് കറി വെച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് ഗൈസ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ കുറ്റം പറയുകയല്ല, സത്യം പറഞ്ഞാൽ അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ജോലിക്ക് പോകുന്നവർക്ക് ഒരിക്കലും വീട്ടിലിരുന്ന് കറി വെക്കുന്നതിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയും കറക്റ്റായിട്ട് കൊണ്ടുപോകും, ഫുഡും ചെയ്യും. അവർക്ക് ആ ഒരു ജോലി ചെയ്യുന്ന ആ ഒരു കാര്യത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധ. അതുകൊണ്ട് എനിക്ക് വിഷമം തോന്നിയാൽ ഞാനിനി പോരുന്നത്. വെറുതെ കടല ഫുഡ് മേടിച്ച് വെച്ച് കൊളസ്ട്രോൾ കൂട്ടണ്ടല്ലോ. പിന്നെ ഒരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാണ്. ഇതില്ലാത്തതിൻ്റെ വിഷമം ഞാൻ കുറേ ദിവസം കൊണ്ട് അറിയുകയായിരുന്നു. പച്ചക്കറി മേടിച്ച് കഴിഞ്ഞാൽ മൊത്തം അഴിഞ്ഞു പോകുന്നു. ഒരു ദിവസത്തേക്ക് അരിഞ്ഞുള്ളൂ. കാരണം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഫുള്ള് ഉണങ്ങിപ്പോവും. ഉണക്കമീനൊക്കെ കൊണ്ടുവരാൻ ഉണക്കമീൻ ഉണങ്ങിയിരിക്കുന്നത് പോലെയാണ് പച്ചക്കറി ഉണങ്ങിയിരിക്കുന്നത്. അന്നേരം ഈ അതിഥി ഇങ്ങോട്ട്
കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിലേക്ക് തന്നെ ഞങ്ങളുടെ അമ്മാമ്മയില്ലേ, അമ്മാമ്മയാണ് എനിക്ക് ഫ്രിഡ്ജ് മേടിച്ച് തന്നത്. അന്നേരം നമുക്ക് ലാഭമായിരുന്നു ഗൈസ്. 10-16 രൂപ കൊടുത്തപ്പോൾ നമുക്ക് 5 സ്റ്റാർ തന്നെ കിട്ടി. നമുക്ക് പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, കരുനാഗപ്പള്ളി പോച്ചയിൽ നിന്നാണ് വാങ്ങിയത്. ഒരു അത്യാവശ്യം നല്ല കറണ്ട് ബില്ലായാലും എല്ലാം വലിയ രീതി പിടിക്കത്തില്ല. 5 സ്റ്റാർ തന്നെ കിട്ടി. 3 സ്റ്റാർ എടുക്കാനാണ് പോയി. ബഡ്ജറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ കരുതിയ ബഡ്ജറ്റിന് എന്തായാലും നമുക്ക് ഫ്രിഡ്ജ് കിട്ടി. അന്നേരം അമ്മാമ്മ കാരണം എനിക്ക് എന്തായാലും മീൻ വെട്ടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട്, പച്ചക്കറി പാഴാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട്. അന്നേരം പാലൊക്കെ മേടിച്ച് വെക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ടും ഞാൻ തേലോളമൊക്കെ ആയിരുന്നു ഗൈസ് കുടിക്കുന്നത്. പാലൊക്കെ മേടിച്ചാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ കുടിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമായി തോന്നും. വെറുതെ കാശ് നഷ്ടമാകുന്നതല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. അന്നേരം ഫ്രിഡ്ജ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാം. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കടയ്ക്ക് ഒരു പച്ചക്കറിയും കുക്കുംബറും പിന്നെ തണ്ണിമത്തനും പാലും പിന്നെ ചപ്പാത്തിയും മേടിച്ചു. പിന്നെ ഇതെല്ലാം അതിൻ്റെ കൂടെ പച്ചക്കറിയുടെ കൂടെ കിട്ടിയതാണ്. അന്നേരം ഇത്രയും കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് സമാധാനത്തെ എല്ലാം മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനെല്ലാം മേടിക്കുകയും ചെയ്യും. ഒരു ഫ്രിഡ്ജ് പണ്ടുള്ളവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമാണ്. കാലാവസ്ഥയിലെല്ലാം ചേഞ്ച് വന്നു, പൈസ എല്ലാം ഉണങ്ങിക്കഴിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇച്ചിരി കറണ്ട് ബില്ല് 2 സ്റ്റാർ ഒന്നും എടുക്കാതിരിക്കുക. 2 സ്റ്റാറിനകത്ത് ചില ഫ്രിഡ്ജിൻ്റെ കമ്പനി അനുസരിച്ചാണ് കറണ്ട് ബില്ലാവുന്നത്. 5 സ്റ്റാറിനാകുമ്പോൾ നമുക്ക് പിന്നെ പേടിക്കണ്ട, വലിയ രീതിയിൽ കറണ്ട് ബില്ലൊന്നും ആവത്തില്ല, കുഴപ്പമില്ലാതിരുന്നോളും. ഗോദ്രേജിൻ്റെയാണ് കേസ് മേടിച്ചത്. അന്നേരം അതിൻ്റെ കാര്യം സെറ്റായതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. അതാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് അതിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ കവറാണ് കേസ് ഇരിക്കുന്നത്. ഇനി പുറത്തെവിടെയെങ്കിലും കൊണ്ടുവെക്കണം. അന്നേരം ഇന്നത്തെ ഇതെല്ലാം ക്ലീൻ ചെയ്യണം, ഇതെല്ലാം തൂക്കണം, തുടയ്ക്കണം. പിന്നെ പുറത്ത് ഞാൻ തുടച്ചു, പക്ഷെ ഇവിടെ എല്ലാം കരിയിലായി കിടക്കുന്നുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഇനി മെത്തയൊന്നും പിടിച്ച് നോക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് വരാം. ഇനി സാമ്പാറിനൊക്കെ അരിഞ്ഞ് എനിക്ക് അടുപ്പിലോട്ട് ആക്കണം ഗൈസ്. സാമ്പാർ അരിയണം, സാമ്പാറിനെല്ലാം അരിഞ്ഞ് എല്ലാം ക്ലീൻ ആക്കണം. പിന്നെ ഈ പുക വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുകയെടുപ്പൊന്നുമില്ല. അപ്പുറത്തെ മുക്കിൽ കൂടെ പുക കയറിയതിൻ്റെയാണ് ഗൈസ്. താഴത്തെ താമസിക്കുന്നവരുടെ ചിമ്മിണി അപ്പുറത്താണ്. കതവ് തുറന്നിടുമ്പോൾ പുകയെല്ലാം കൂടി ഇതിനകത്തോട്ട് കയറും. അതുകൊണ്ട് ഞാൻ കഥ അടച്ചിട്ട് കിടക്കും. അത്യാവശ്യം പുക ഇതിനകത്ത് നിൽക്കുന്നതാണ്. അന്നേരം ഇന്നത്തെ എൻ്റെ വ്യായാമം വീട് ക്ലീനിങ് ആണ്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ചിലപ്പോഴേ നടക്കാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുക. എല്ലാവരും അങ്ങ് എനിക്ക് സിസേറിയനോട് താല്പര്യമില്ല. കാരണം ഇപ്പോൾ ഉള്ള പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ മറ്റേത് ഭയങ്കര വേദനയായതുകൊണ്ട് സിസേറിയൻ മതിയെന്ന് ചിന്തിക്കും. പക്ഷേ എനിക്ക് മറ്റേതിനോടാണ് താല്പര്യം. കാരണം അത് അന്നേരത്തേക്കുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നീട് നമുക്ക് ശരീരത്തിന് മറ്റു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യാനും പേടിയാണ്. നമ്മൾ അറിയാൻ വയ്യാതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ആകുമ്പോൾ കുട്ടി ജോലികളായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ അത്രയും കുഴയാത്ത രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. അന്നേരം നമുക്ക് ഇന്നത്തെ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് സപ്പോർട്ടും ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാനൊരു എനർജി കാണൂ. നമ്മൾക്ക് കാണാനും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ അത്ര ഇതല്ലേ. അത് നിങ്ങൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം ഞാനും എന്നെ പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കയറി വരുന്നവരെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ പോലെ കയറി വരുന്നവരല്ലേ, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും ഗൈസ്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ നമ്മളെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അത്യാവശ്യം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. കാരണം ഇത്രയും സംഭവം മതി. കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പിറ്റേ ദിവസത്തേക്ക് ചിലപ്പോൾ സാമ്പാർ കുളമായി പോവും. പക്ഷെ തൊമരയും കൂടെ ഉണ്ടായിരുന്നു, കിട്ടില്ലായിരുന്നു. ഈ തൊമര നമ്മൾ പ്രത്യേകം കുക്കറിനകത്തിട്ട് വേവിച്ച് നല്ല കുറുക്ക് പരുവത്തിലാക്കി എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സപ്താഹത്തിന് ഈ അമ്പലത്തിലൊക്കെ അന്നദാനത്തിനായാലും കല്യാണത്തിനായാലും പോകുമ്പോൾ നല്ല രീതിയിൽ കുറുകിയിരിക്കുന്ന സാമ്പാർ. അതേസമയത്ത് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ഈ കുക്കറിനകത്ത് കിഴങ്ങൊക്കെ കിടന്ന് മിക്സായി കുറുകുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മറ്റേൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. അന്നേരം ഇവിടെ തൊമരയില്ല ഗൈസ്. തൊമര ഇല്ലാത്തത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് സാമ്പാറിൻ്റെ തൊമരയും കായവും. അത് ബെറ്ററായിട്ട് നമുക്ക് വേണം. അതുണ്ടെങ്കിലേ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഇവിടെ കായമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സാമ്പാർ പൊടിയുണ്ട്. അന്നേരം കിഴങ്ങ് ഇനി എടുക്കണം. കിഴങ്ങ് അപ്പുറത്തിരിപ്പുണ്ട്. അത് കിളിച്ച് വരുന്നത്, അത് വേസ്റ്റ് ആക്കണ്ടല്ലോ, അതങ്ങ് എടുക്കാം. ഫ്രിഡ്ജിലിരിക്കുന്നത് സേഫായിട്ടിരിക്കും. അന്നേരം കുറച്ച് സംഭവങ്ങൾ മാത്രമേ എടുത്തോളൂ സാമ്പാറിന് വേണ്ടിയിട്ട്. ഇനി അത് അരിഞ്ഞ് അടുപ്പിലാക്കാം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വിഷ്ണു മീൻ കൊണ്ടുവരും. അന്നേരം അതന്നേരം കറി വെക്കാം. രാവിലെ ഇവിടുന്ന് കുറേ നടക്കണം. വാതിലൊക്കെ മീൻ കൊണ്ടുവരുമെങ്കിലും കൊഞ്ച്, കക്ക അങ്ങനെയൊക്കെ കൊണ്ടുവരും. പക്ഷെ അതൊക്കെ തോരൻ വെക്കാനല്ലേ പറ്റും.
എന്നിട്ട് നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം. സാമ്പാറിനുള്ളതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പിലോട്ട് ആക്കിയിട്ട് വേണം ഇതെല്ലാം നമുക്കൊന്ന് സ്പീഡപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ഗുളിക കഴിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടി അകത്താക്കണം കഴിച്ച്. നിങ്ങൾ വിചാരിക്കും കുക്കറിനകത്തുണ്ടാക്കിയ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ലേന്ന്. എനിക്ക് കുക്കർ ഉപയോഗിക്കാൻ അറിയത്തില്ല, എനിക്ക് പേടിയാണ് പൊട്ടിത്തെറിക്കുമെന്നൊക്കെ. കാരണം പണ്ട് ഞങ്ങളുടെ കൊച്ചൻ്റെ വൈഫ് ഇതണക്ക് സാമ്പാറുണ്ടാക്കി, അത് മേളിച്ചെന്ന് പൊട്ടിത്തെറിച്ച് തറയിൽ വീണ്. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. ഏറ് പോകുന്നതിൻ്റെ മുമ്പേ അടപ്പ് പിടിച്ച് പറഞ്ഞതാണ്. ഞാനങ്ങനെ ഓർക്കാതെ ചെയ്യുമെന്ന് എനിക്ക് പേടിയാണ്. പക്ഷെ അത് ഉപയോഗിച്ച് തുടങ്ങുമെങ്കിൽ ശീലമാവും. ഇപ്പോൾ എല്ലാവരും കുക്കറിനകത്താണ്. പിന്നെ ഒരു ഭയം, എന്നാലും ആളൊക്കെ ഉള്ളപ്പോൾ ഒന്ന് വേവിച്ച് പഠിക്കണം ഗൈസ്. എന്തായാലും സാമ്പാർ അവിടെ റെഡി ആവട്ടെ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എന്നാലും ചോറ് വന്നത്. എന്നാലും ഞാൻ വിചാരിക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നത്. അന്നേരം ചപ്പാത്തി എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുക ഇച്ചിരി കഞ്ഞി കുടിക്കാന്നുണ്ടെങ്കിൽ ഇപ്പം ക്ഷീണം മാറുമല്ലോ. എന്നിട്ട് ഇച്ചിരി കഞ്ഞിയും ഇച്ചിരി മുളകുടച്ചതും കൂട്ടി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കാം. നമുക്ക് ഈ വേസ്റ്റ് എല്ലാം താഴെ ഒരു കുഞ്ഞു മാവുണ്ട്, അതിൻ്റെ ചവിട്ടിക്കൊണ്ട് നമുക്കിടാം. അതിന് വളമാവട്ടെ. ഇവിടെ ഇട്ട ബക്കറ്റിനകത്തൊക്കെ വേസ്റ്റ് ഇട്ടിട്ട് അടങ്ങും. റെഡിയാക്കി അരി വെന്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായി ഇറങ്ങുന്ന കഞ്ഞിയും പിന്നെ ഇച്ചിരി മുളകും അടച്ച്. കാരണം ചപ്പാത്തി സാമ്പാറും കഴിക്കാം, പക്ഷേ എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. എനിക്ക് കഞ്ഞി കുടിക്കാനാണ് തോന്നുന്നത്. നമ്മൾ ഇച്ചിരി ക്ഷീണവും മാറും. ഓവറായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ കഞ്ഞോളം അങ്ങനെയുള്ള കുടിക്കരുത് എന്ന് പറയും. പക്ഷെ എന്നാലും നമുക്ക് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഓവറായിട്ടാവരുത്. പക്ഷെ എന്നാലും എനിക്ക് ക്ഷീണം വരുമ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ട് നല്ല ചൂട് കഞ്ഞി, മുളകടച്ചത് മുളകും കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ഓവറായിട്ട് മുളകടച്ചത് കഴിക്കരുത്. പക്ഷേ ഇതിനകത്ത് ഞാൻ മുളക് കുറച്ചിട്ടിട്ടുള്ളൂ, കൂടുതൽ സവാളയാണ്. അന്നേരം എനിക്കിപ്പോൾ അത് കുടിക്കാൻ നമുക്കിഷ്ടമുള്ളതല്ലേ നമ്മൾ കുടിക്കണ്ടേ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും കഞ്ഞിയൊക്കെ കുടിക്കത്തില്ലേ? പണ്ടുള്ളവരൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയായിരുന്നു ഗൈസ്. ഇതാകുമ്പോൾ സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. ചോറ് വെന്ത് കഞ്ഞി ഒഴിച്ച് മുളക് ഉടച്ച് തിന്നുന്നത്. എന്നിട്ട് നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ, അല്ലെങ്കിൽ എനർജി കാണത്തില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചിട്ട് കടു മൂപ്പിച്ച് ഇതിലോട്ട് താളിക്കാം.
ഗൈസ് നമ്മളെല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 12:17 ഗൈസ്. അന്നേരം ഇടയ്ക്കൂടെ കഞ്ഞി കുടിച്ചത് കാര്യമായി, ഗുളികയും കടിച്ചത് കാര്യമായി. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വരുമ്പോൾ രാവിലത്തെ ഗുളിക കഴിക്കാൻ പറ്റാതെ വന്നേനെ. എന്നിട്ട് ഇതെല്ലാം വൃത്തിയാക്കി അതിൻ്റെ എല്ലാം വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കുള്ള ഒരാളെ ക്യാമറ പിടിക്കാനുണ്ടെങ്കിൽ എനിക്കത് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാമായിരുന്നു. അന്നേരം നമുക്കിതെല്ലാം വൃത്തിയാക്കിയതിൻ്റെത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. നമ്മളെല്ലാം ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്, വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ ജോലി ഇവിടെ സ്റ്റോപ്പായി. ഇനി ഒന്ന് കുളിക്കണം, കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം. ഇന്ന് വന്ന ദിവസം ആയതുകൊണ്ട് ടൈം പോയതേ അറിഞ്ഞില്ല. അല്ലാത്ത ദിവസം ഞാൻ ഇവിടെ നിന്ന് ബോറടിച്ച് പോസ്റ്റാണ്. കാരണം നമ്മളിപ്പോൾ ഫോണിലിപ്പോൾ നെറ്റ് ചാർജ് ചെയ്തിടുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നെറ്റ് തീരത്തില്ല. കാരണം ടി വിക്കകത്ത് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ടി വി ഒക്കെ മേടിക്കണം ഗൈസ്. ഇപ്പം ഫ്രിഡ്ജ് അത്യാവശ്യം അർജൻറ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അന്നേരം സമയം പോകാൻ വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് നെറ്റിന് ക്ഷാമമാണ് ഗൈസ്. അന്നേരം ഇന്നത്തെ ടൈം എന്തായാലും 12 മണി വരെ ബോറടിക്കാതെ ജോലിയുടെ പുറകെ പോയോണ്ട് അതങ്ങനെ പോയി. ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് ചോറ് കഴിക്കണം, പിന്നെ ഫോണിനകത്തൊന്ന് തൊണ്ടിരിക്കണം. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യണം. അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കിട്ടിലും വീഡിയോസുമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഗൈസ് എനിക്ക് പുറത്തോട്ടൊന്നും പോയി എനിക്ക് കന്യാകുമാരി പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് പോകാൻ ഉഷാറുണ്ട്. പക്ഷേ ട്രെയിനകത്തിരുന്ന് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കുഴഞ്ഞ് നമ്മുടെ ഉപ്പാട് വരും. അതുകൊണ്ടാണ് നമുക്ക് ചുറ്റുവട്ടത്തുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഇനി വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി കിടിലം വീഡിയോ പുറത്തൊക്കെ പോയി എടുക്കുന്നതായിരിക്കും. അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അന്നേരം ദിവസവും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് വീഡിയോ ആയാലും ലെങ്ത്തുള്ള വീഡിയോ ആയാലും എൻ്റെ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന വ്ലോഗുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അന്നേരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, മീ അശ്വതി കേസ് എന്നാണ്. ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പേജിൽ, യൂട്യൂബ് ചാനലിൽ. അന്നേരം അതിനകത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അന്നേരം എനിക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.